കുട്ടികളെ നമസ്കാരം. സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗത്തിലെ ഒരരിപ്പിറാവ് എന്ന കവിതയിൽ വള്ളത്തോൾ സ്വാർത്ഥിയായ മനുഷ്യൻ്റെയും സാധുവായിട്ടുള്ള പക്ഷിയുടെയും താരതമ്യം ചെയ്യൽ തുടരുകയാണ്. 15ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ്. നമുക്ക് ആ ശ്ലോകമൊന്ന് ചൊല്ലാം. ധരതന്തയ കൊണ്ട് വല്ലതും തെല്ലിര കിട്ടീടിൽ അതിന്നു തൃപ്തിയായി. മരണം വരെയും മനുഷ്യനുണ്ടോ ദുരമാറുന്നു സുഖോപഭുക്തിയിങ്കൽ. ധരയുടെ ദയ കൊണ്ട് വല്ലതും തെല്ല് ഇര കിട്ടിയിടിൽ അതിന് തൃപ്തിയായി. മനുഷ്യന് മരണം വരെയും സുഖോപഭുക്തിയിങ്കൽ ദുരമാറുന്നുണ്ടോ എന്നാണ് ഇതിൻ്റെ അന്വയം. ധരയുടെ, അതായത് ഭൂമിയുടെ ദയ കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്തെങ്കിലും വല്ലത് തെല്ല് ഇര, വളരെ കുറച്ച് മതി, കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ കൊക്കിൽ ആയിക്കഴിഞ്ഞാൽ അതിന് വളരെ തൃപ്തിയായി, സംതൃപ്തിയായി, സന്തോഷമായി എന്നർത്ഥം. പിന്നെ വേറൊന്നും വേണ്ട. ഇന്നത് വേണമെന്ന് അങ്ങനൊരു ശാഠ്യമില്ല. വിശപ്പ് മാറാൻ എന്തെങ്കിലും അത് തെല്ല് കിട്ടിയാൽ മതി. അത് തന്നെ ഭൂമി കൊടുക്കുന്നതാണ്. ഇല, കായ, പൂവ് തുടങ്ങിയുള്ള നിരവധി സാധനങ്ങളുണ്ട്. ചില ചെറിയ പുഴുക്കളാവാം. അവ കഴിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സംതൃപ്തിയായി. എന്നാൽ മനുഷ്യൻ്റെ കഥ അതല്ല. അവന് മരണം വരെ, അതായത് ജീവനുള്ളിടത്തോളം കാലം മുഴുവൻ അവൻ്റെ ദുര മാറില്ല. ദുര എന്ന് പറഞ്ഞാൽ അത്യാശ, ലോഭം, അതിമോഹം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ സുഖോപഭുക്തി എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ഉപഭുക്തി, സുഖത്തെ അനുഭവിക്കൽ, അത് ഇനിയും വേണം എന്നുള്ള ആ മോഹം, അങ്ങനെ അത്യാഗ്രഹം, അങ്ങനെ അതിമോഹം മനുഷ്യന് എപ്പോഴും മരണം വരെ ഉണ്ടാവും എന്നാണ് കവി ഇതിൽ പറയുന്നത്. ചുരുക്കത്തിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അല്പം വല്ല തുച്ഛമായ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ, വിശപ്പ് അടക്കിക്കഴിഞ്ഞാൽ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ തൃപ്തിയായി. എന്നാൽ മനുഷ്യൻ മരിക്കുന്നതുവരെ അവൻ്റെ അതിമോഹം, അത്യാർത്തി വിടുകയില്ല എന്നാണ് കവി നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതിന് തൃപ്തിയാവില്ല എന്ന കാര്യം ഉദാഹരണ സാഹിത്യം പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അതും കൂടി ചൊല്ലാം. അതിമോഹനരത്നമേടകേറി സ്ഥിതി ചെയ്താലും അവനു തുഷ്ടി തോന്നാം. ഇതിനോ ചെറുതായ വല്ല പൊത്തും മതി പൈതങ്ങളുമായി സുഖിച്ചു പാർപ്പാൻ. അതിമോഹന രത്നമേട കയറി സ്ഥിതി ചെയ്താലും അവന് തുഷ്ടി തോന്നാം. ഇതിനോ പൈതങ്ങളുമായി സുഖിച്ചു പാർപ്പാൻ ചെറുതായ വല്ല പൊത്തും മതി എന്നാണ് ഇതിൻ്റെ അന്വയം വരെ. അതിമോഹനം എന്ന് പറഞ്ഞാൽ അത്യധികം വശീകരിക്കുന്ന തരത്തിലുള്ള രത്നമേട, രത്നങ്ങൾ പതിച്ചിട്ടുള്ള ഉയർത്തിക്കെട്ടിയ സ്ഥലം, അതാണ് മേട. അവിടെ കയറി സ്ഥിതി ചെയ്താലും, അവിടെ താമസിച്ചാലും, അവിടെ പാർപ്പാക്കിയാലും അവന്, ആ മനുഷ്യന് തുഷ്ടി തോന്നാം, ഒരു സന്തോഷം ഉണ്ടാവില്ല, തൃപ്തിയാവില്ല. മറ്റാളുടെ വീട് തൻ്റേതിനേക്കാൾ അല്പം വലുതാണ് എന്ന് തോന്നലോ മറ്റ് താരതമ്യം ചെയ്ത് കണ്ടുപിടിച്ച് പിന്നെ അവൻ ആ വീട് പോരാതെയാവും. എന്നാൽ ഈ പക്ഷിക്കോ ചെറുതായ വല്ല പൊത്തും മതി എന്നുള്ള ചിന്തയല്ലാതെ അതിന് വേറൊന്നുമില്ല. ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനം എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല അർത്ഥം. അപ്പോൾ അവനവൻ ഉണ്ടാക്കിയത് തന്നെ വേണമെന്നും ഇല്ല. അതിന് തൃപ്തിയായി സൗകര്യമായിട്ടുള്ള ഒരു കുട്ടികളെ കൂടി ഒന്നിച്ച് പാർപ്പിക്കാൻ പാകത്തുള്ള ഒരു പൊത്ത് കിട്ടിയാൽ അതിന് വലിയ സന്തോഷമായി എന്നർത്ഥം.
അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം, പാർപ്പിടം, ഇതാണല്ലോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അത് രണ്ടുമാണ് ഇവിടെ എടുത്ത് കാണിച്ച് പക്ഷിയായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നത്. വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ വളരെ മനോഹരമായിട്ടുള്ള രത്നമാളിക കിട്ടിയാലും തൃപ്തിയില്ല. എന്നാൽ പക്ഷിക്ക് കുട്ടികളോടൊത്ത് സുഖമായി പാർക്കാൻ ചെറിയ പൊത്ത് മതി എന്ന് ആണ് കവി ഇവിടെ കാട്ടിത്തന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം, അതിമോഹം പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കുട്ടികളെ ഇതിലെ തത്വം. നമുക്ക് അത് മനസ്സിലാക്കണം. ഇനി നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ധരതന്തയ കൊണ്ട് വല്ലതും തെല്ലിര കിട്ടിയിടിൽ അതിന്നു തൃപ്തിയായി. മരണം വരെയും മനുഷ്യനുണ്ടോ ദുരമാറുന്നു സുഖോപഭുക്തിയിങ്കൽ. അതിമോഹനരത്നമേട കയറി സ്ഥിതി ചെയ്താലും അവന്നു തുഷ്ടി തോന്നാ. ഇതിനോ ചെറുതായ വല്ല പൊത്തും മതി പൈതങ്ങളുമായി സുഖിച്ചു പാർപ്പാൻ. ഇന്ന് ഇത്രയും പറഞ്ഞ് നിർത്താം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.